സ്തോത്രം. ദൈവം നിങ്ങളെല്ലാവരും ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ. ഇന്നത്തെ ചിന്തയ്ക്കൊരു വചനം വായിക്കാം. യോഹന്നാൻ്റെ സുവിശേഷം 15-ാം അധ്യായം അതിൻ്റെ 5-ാമത്തെ വാക്യം ഒരാൾ വായിച്ചേ. ഞാൻ മുന്തിരിവള്ളിയും നിങ്ങൾ കൊമ്പുകളുമാകുന്നു. ഒരുത്തൻ എന്നിലും ഞാൻ അവനിലും വസിക്കുന്നു. എങ്കിൽ അവൻ വളരെ ഫലം കായ്ക്കും. എന്നെ പിരിഞ്ഞ് നിങ്ങൾക്ക് ഒന്നും ചെയ്യുവാൻ കഴിയുകയില്ല. സ്തോത്രം. എന്നെ പിരിഞ്ഞ് നിങ്ങൾക്കൊന്നും ചെയ്യുവാൻ കഴിയത്തില്ല. പുറപ്പാട് സ്തോത്രം 23-ാം അധ്യായം അതിൻ്റെ 19-ാമത്തെ വാക്കും കൂടെ ഒരാൾ വായിച്ചേ. നിന്റെ ഭൂമിയുടെ ആദ്യ വിളവുകളിലെ പ്രഥമ ഫലം നിന്റെ ദൈവമായ യഹോവയുടെ ആലയത്തിൽ കൊണ്ടുവരേണം. ആട്ടിൻകുട്ടിയെ തള്ളയുടെ പാലിൽ പാകം ചെയ്യരുത്. ഇതാ വഴി നിന്നെ കാക്കേണ്ടതിനും ഞാൻ നിയമിച്ചിരിക്കുന്ന സ്ഥലത്തേക്ക് നിന്നെ കൊണ്ടുപോകേണ്ടതിനും ഞാനൊരു ദൂതനെ നിന്റെ മുമ്പിൽ അയക്കുന്നു. നീ അവനെ ശ്രദ്ധിച്ച് അവന്റെ വാക്ക് കേൾക്കണം. അവനോട് വിഘടിക്കരുത്. അവൻ നിങ്ങളുടെ അതിക്രമങ്ങളെ ക്ഷമിക്കയില്ല. എന്റെ നാമം അവനിലുണ്ട്. എന്നാൽ നീ അവന്റെ വാക്ക് ശ്രദ്ധയോടെ കേട്ട് ഞാൻ കൽപ്പിക്കുന്നതൊക്കെ ചെയ്താൽ. സ്തോത്രം. പഴയ നിയമത്തിലും പുതിയ നിയമവും നിങ്ങളെടുത്ത് പഠിച്ചു നോക്കുക. കർത്താവിൻ്റെ ദൂതനെ അയക്കുന്ന അവൻ പറയുന്നത് നീ ശ്രദ്ധിക്കുക. ഇവിടെ യേശു പുതിയ നിയമത്തിൽ പറയുന്ന എന്നെ പിരിഞ്ഞ് നിങ്ങൾക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ല. വളരെ ശ്രദ്ധയോടു കൂടി നിങ്ങളതിനെ വായിക്കണം. ഈ 2 അധ്യായങ്ങൾ എന്തുകൊണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇന്ന് നമ്മളെല്ലാവരും വീട്ടിലിരുന്ന് പറയുന്നത് പുതിയ അനുഗ്രഹങ്ങളെക്കുറിച്ചോ അത്ഭുതങ്ങളെക്കുറിച്ചോ ഒന്നുമല്ല നമ്മൾ ഏറ്റവും കൂടുതൽ സംസാരിക്കുന്നത്. പഴയ കാര്യങ്ങൾ ഏറ്റവും കൂടുതൽ നമ്മൾ സംസാരിക്കുമ്പോൾ പഴയ കാര്യങ്ങളാണ്. അത് എവിടെ ചെന്ന് അവസാനിക്കുന്നതെന്നിട്ട് അടിയിൽ ചെന്ന് അവസാനിക്കുക. കാരണം പഴയ കാര്യങ്ങൾ നമ്മുടെ മനസ്സിൽ നിന്ന് മാറ്റുന്നില്ല, നമ്മുടെ മനസ്സിൽ നിന്ന് അതെടുത്ത് പോകുന്നില്ല. അവരങ്ങനെ പറഞ്ഞു, ഇവരിങ്ങനെ പറഞ്ഞു, അന്നൊരു ഓർമ്മയുണ്ടോ നമ്മൾ പള്ളിയിൽ ചെന്നപ്പോൾ പാസ്റ്റൊരിക്കൽ ഇങ്ങനെ പറഞ്ഞില്ലേ എന്നൊക്കെ. ഈ വാക്കുകൾ ഈ 2025-ലും നിൻ്റെ അകത്ത് പതിഞ്ഞു കിടക്കുന്നെങ്കിൽ നിന്നെക്കൊണ്ട് നല്ല ഫലം കഴിക്കാൻ പറ്റുമോ? ഇപ്പം എൻ്റെ ജീവിതത്തിലായിരുന്നാലും ശരി തന്നെയാണ്. ഇതിൽ കൂടി കേൾക്കുന്ന നിങ്ങളുടെ ജീവിതത്തിൽ ഒരുപാട് പ്രതിസന്ധികളും പ്രശ്നങ്ങളും വിഷമങ്ങളും ഒക്കെ നേരിട്ട നിങ്ങൾ ദൈവനാമത്തിൽ നിൽക്കുന്നത്. പക്ഷെ നമ്മളിവിടെ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ നോക്കാം. കർത്താവ് പറയുന്നു, എന്നെ കൂടാതെ നിങ്ങൾക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ല. പുതിയ നിയമത്തിൽ പറയുന്ന മോശെ ദൂതനെ പറയുന്നത് നീ ശ്രദ്ധിക്കുക. എന്തുകൊണ്ട് അങ്ങനെ പറഞ്ഞേ? ദൈവത്തിൻ്റെ വാക്ക് കേൾക്കാൻ, ദൈവത്തിൻ്റെ സാന്നിധ്യം അവൻ അനുഭവിക്കാൻ ഈ 2025-ൽ നമ്മുടെ ഹൃദയം ഒരുങ്ങുന്നില്ല. ഒത്തിരി ആൾക്കാരുടെ വാക്കുകൾ കേട്ടും ഒത്തിരി പഴയ കാര്യങ്ങളൊക്കെ നമ്മൾ സ്തോത്രം ഹൃദയത്തിൽ കൊണ്ടുവന്ന് അതിപ്പോൾ സ്റ്റോർ ചെയ്ത് സ്തോത്രം ദൈവത്തിൻ്റെ വചനം അതിനകത്തേക്ക് ഇറങ്ങാൻ പറ്റാത്ത രീതിയിലാക്കി വെച്ച്. എന്നെ ഇതിൽ കൂടി കേൾക്കുന്ന നിങ്ങൾക്ക് അത് പൊളിച്ച് കളഞ്ഞേ പറ്റും. ഇടിഞ്ഞു കിടക്കുന്ന യാഗപീഠം അത് എങ്ങനെ ഇടിഞ്ഞു? ഇസബേൽ ഇടിപ്പിച്ചു. സ്തോത്രം. വാക്കുകളാൽ നമ്മുടെ ഹൃദയങ്ങളിലെ മുറിവുകൾ ഒത്തിരിയുണ്ട്. ഇപ്പോൾ പുറമേ ഒരു മുറിവുണ്ടെങ്കിൽ നമുക്ക് മരുന്ന് വയ്ക്കാൻ പറ്റും. പക്ഷെ ഹൃദയത്തിൽ മുറിവുണ്ടെങ്കിൽ അത് പഴുത്ത് പിന്നെ അതിൽ നിന്നും ദുർഗന്ധം പുറത്തു വരും, അല്ലേ? സ്തോത്രം. നമ്മുടെ മനസാക്ഷിയിൽ ക്ഷമിക്കാൻ പറ്റാത്ത ഒരുപാട് കാര്യങ്ങളുണ്ട്. നമ്മുടെ കൂട്ടുകാർ, നമ്മുടെ ബന്ധുക്കൾ, അങ്ങനെയൊക്കെ ഒത്തിരി ആൾക്കാർ നമ്മളുടെ ജീവിതം തന്നെ മുരടിപ്പിച്ച ആൾക്കാരുണ്ട്. എന്തിനധികം ഭർത്താവ് ഭാര്യ, ഭാര്യ ഭർത്താവ്. പക്ഷേ ഈ 2025-ലും ദൈവാത്മാവ് നിങ്ങളോട് ഈ വാക്ക് സംസാരിക്കണമെങ്കിൽ നീ കളയേണ്ടതിനെ കളഞ്ഞേ പറ്റൂ. സ്തോത്രം. എപ്പോഴും നിങ്ങൾ വീട്ടിൽ നിന്ന് ശ്രദ്ധിച്ചു നോക്കിയാൽ മതി. എപ്പോഴും നമ്മൾ സംസാരിച്ചിരുന്നാലും പുതിയ കാര്യങ്ങളല്ല സംസാരിക്കുന്നത്, പഴയ കാര്യങ്ങളാണ്. ഇപ്പോൾ കേരളക്കര മൊത്തവും ഈ 5 കൊലപാതകങ്ങൾ വിഷയങ്ങളാണ് സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. അതിനകത്ത് നമ്മൾ സംസാരിക്കുമ്പോൾ ഭയാത്മമായ വാക്കുകളാണ് പുറത്തു വരുന്നത്. ആ പയ്യൻ അങ്ങനെ ചെയ്തത് കണ്ട, ഇവൻ ഇങ്ങനെ ചെയ്തത് കണ്ട, അതുകൊണ്ട് നിൻ്റെ അടുത്ത് ഞാൻ മക്കളടുത്താണ് പറയുന്നത്, നിൻ്റെ അടുത്ത് ഞാൻ പറയുകയാണ് നിൻ്റെ പോക്ക് ശരിയല്ല. ഹലോ, അവൻ്റെ അടുത്ത് പറയണത് തെറ്റല്ല, മക്കളെ ഉപദേശിക്കുന്നത് തെറ്റല്ല. പക്ഷെ നീ മക്കളെ ചൊല്ലി ഹൃദയം തുറന്നു ദൈവത്തോട് കരഞ്ഞിട്ടുണ്ട്. കരയുന്ന അമ്മമാർ ഇതിൽ കൂടി കേൾക്കുന്നുണ്ട്, കരയുന്ന പാസ്റ്റേഴ്സ് ഇതിൽ കൂടി കേൾക്കുന്നുണ്ട്. നീ വിശ്വസിക്കേ, യേശുവേ എൻ്റെ മകനെയും മകളെയും അങ്ങയുടെ കരങ്ങളിലാണ് ഏൽപ്പിച്ചിരിക്കുന്നത്. അവർക്കൊരു അനർത്ഥം വരാതെ കാക്കേണ്ട
കടമ അങ്ങേക്കാണുള്ളത്. കാരണം മക്കൾ യഹോവ തന്ന ദാനം. സ്തോത്രം, ഹല്ലേലൂയ, ആമേൻ. ശ്രദ്ധിക്കേ, അപ്പോൾ ഈ 2 വചനവും നിങ്ങളൊന്ന് വായിച്ചു നോക്ക്. യേശു പറയുന്നു, എന്നിൽ കായ്ക്കാത്ത കൊമ്പുകളെ വെട്ടി തീരിട്ടുള്ളായി. അപ്പോൾ ഓരോ ദിവസവും ദൈവവചനം അനുസരിച്ച് നീ ജീവിച്ചാൽ നിന്റെ അകത്ത് കിടക്കുന്ന എത്ര പഴക്കമുള്ള സ്വഭാവമായിരുന്നാലും ശരി തന്നെ മാറാൻ പറ്റും. ഇപ്പം ഞാൻ ചോദിക്കട്ടെ, ഞങ്ങളൊക്കെ ദൈവനാമത്തിൽ ഇതിൽ കൂടി പ്രസംഗിക്കുമ്പോൾ ഞങ്ങളാരും ഇത് പഠിച്ചിട്ട് വന്നവരൊന്നുമല്ല. ഞങ്ങളൊക്കെ ഒത്തിരി പ്രശ്നത്തിൻ്റെയും ഞാൻ എപ്പോഴും പറഞ്ഞിട്ടുണ്ടല്ലോ. അപ്പോൾ എൻ്റെ ഒരു രീതിയാണെങ്കിൽ എനിക്ക് 24 മണിക്കൂർ വചനം വായിക്കുന്നതാണ് ഇഷ്ടം. സീരിയസ് ആയിട്ട് പറയുന്നത്, 24 മണിക്കൂറുണ്ടെങ്കിൽ ആ 24 മണിക്കൂറും എന്തെന്ന് കേട്ട് കഴിഞ്ഞാൽ സാത്താൻ ആരെ വിഴുങ്ങേണ്ടു എന്ന് ഊടാടി സഞ്ചരിച്ച് വരികയാണ്. ഇപ്പം തന്നെ തിരുവനന്തപുരത്ത് സാത്താൻ സേവ ഉണ്ടെന്നാണ് പറയുന്നത്. തിരുവനന്തപുരത്ത് ഒത്തിരി ഒത്തിരി പ്രശ്നങ്ങൾ തിരുവനന്തപുരത്താണ് ഇപ്പോൾ കേന്ദ്രീകരിച്ച് നടക്കുന്നത്. സ്തോത്രം. കാരണം നമ്മളുടെ ആത്മീയ കണ്ണങ്ങ് കുരുടായി. എതിർത്ത് നിൽപ്പാൻ കഴിയേണ്ടതിന് സർവായുധ വർഗമെടുക്കുക. നമുക്ക് സ്തോത്രം യുദ്ധമുള്ളത് ജഡരക്തങ്ങളോടല്ല എന്ന് പൗലൂസ് പറഞ്ഞതിൻ്റെ അർത്ഥം. കഴിഞ്ഞ എപ്പിസോഡിൽ ഞാൻ എന്താ പറഞ്ഞേ? കാവൽക്കാരാ, നീ ഉറങ്ങരുത്, ഉണർന്നിരിക്കെ. ഒരു ദേശത്തിന് വേണ്ടി, കുടുംബത്തിന് വേണ്ടി, സഭയ്ക്ക് വേണ്ടി. ഇപ്പം നമ്മൾ ഈ നേരത്തെ പറഞ്ഞതൊരു 5-6 കൊലക്കേസിൻ്റെ വിഷയങ്ങൾ കേൾക്കുമ്പോൾ നമ്മൾ ഭയന്നു പോകുന്നു. മക്കളെ പുറത്തു വിടാൻ പേടിയാവുന്ന മാതാപിതാക്കളുണ്ട്. അവന്മാരിപ്പോൾ പുറത്തു പോയ അമ്മമാർക്ക് നെഞ്ചിടിയ, എവിടെ പോയി ഇത് അവസാനിക്കുന്നത്, എങ്ങോട്ട് കയറി പോകുന്നേ? ഒന്നും ഭയപ്പെടണ്ട. നീ യേശുവിൽ വിശ്വസിച്ച് അവൻ്റെ ചിറകിൻ്റെ മറവിൽ, അവൻ്റെ ദൂതന്മാരുടെ ചിറകിൻ്റെ മറവിൽ നിൻ്റെ മക്കളെ സംരക്ഷിക്കുന്ന ഒരു ദൈവമുണ്ടെന്ന് വിശ്വസിക്കുന്നേ. കാരണം നീ ദൈവവചനം വായിക്കുന്ന വ്യക്തിയാണ്. ഭയന്ന് പോകരുത്. ലോകത്ത് ഇതൊക്കെ ഉണ്ടായിരിക്കും. പക്ഷേ പ്രാർത്ഥിക്കുന്ന നിന്നോട് ദൈവാത്മാവ് പറയുന്നത് നീ ഉറച്ച മനസ്സോടെ വിശ്വസിക്കേ. മക്കൾക്ക് വേണ്ടി കരയും, മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കേ. സന്ധ്യായാമങ്ങളിൽ ആമേൻ സ്തോത്രം പ്രാർത്ഥിക്കുമ്പോൾ മക്കളെ വിളിച്ചിരുത്തി അവരോട് തുറന്ന് സംസാരിക്കേ. നീ മൊബൈൽ എടുത്ത് വെച്ച് കുറേ നേരം കിണ്ടി കളിച്ച് മക്കളെ നോക്കി മക്കളെ പ്രാർത്ഥിച്ച് തീർന്ന എന്നല്ല ചോദിക്കണ്ടേ. ഒരു ദിവസം മോള് 2 പേരെയും വിളിച്ചെടുത്തിരുത്ത് എവിടെ പോയി, എന്ത് ചെയ്തു? അതൊരു അപ്പൻ്റെ അമ്മേരെയും കടമയാണ്. ഹല്ലേലൂയ. അവരുടെ ജീവിതത്തിൽ നമ്മൾ ഇറങ്ങി ചെല്ലണം. അവരുടെ വിഷമത്തിൽ നമ്മൾ ഇറങ്ങി ചെല്ലണം. 24 മണിക്കൂർ റൂമിൽ കയറ്റി പോയി പടി എന്ന് പറയരുത്. ഇപ്പം പഠിച്ച് ഓരോരുത്തരു കൊലക്കേസിലെ പ്രതികളായി മാറി. അവരോടൊപ്പം നിങ്ങളും ഇരിക്കണം. അവരോടൊപ്പം നിങ്ങളും സ്തോത്രം ദൈവവചനം അവരോടും ഷെയർ ചെയ്യണം. മക്കളോട് ദൈവവചനം ഷെയർ ചെയ്യണം. ഞാൻ ദൈവവചനം വായിച്ചുകൊണ്ടിരിക്കുമ്പോൾ പരിശുദ്ധാത്മാവ് തരുന്ന അതേ ദൂത് മോളോട് പറയും, ഭാര്യയോടും പറയും. അവരത് ഏറ്റെടുത്ത് ആമയും പറയും. കാരണം ഒരു ഭയം നിൻ്റെ അകത്തളത്തിൽ വന്നാൽ ആ ഭയത്തിലായിരിക്കും അടുത്ത ശത്രുവിൻ്റെ എയിം. ഇപ്പം തന്നെ പ്രാർത്ഥിക്കുന്ന വ്യക്തികളെ എയിം ചെയ്ത് തന്നെയാണ് തിരുവനന്തപുരം പട്ടണത്തിനകത്ത് ഒത്തിരി കർമ്മങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. നിങ്ങൾ വിശ്വസിച്ചാലും കൊള്ളാം, വിശ്വസിച്ചില്ലെങ്കിലും കൊള്ളാം. സ്തോത്രം ആണ്. അതുകൊണ്ടാണ് ഇന്നലെ പ്രാർത്ഥിച്ചതുപോലെയല്ല നിങ്ങൾ ഇന്ന് പ്രാർത്ഥിക്കുന്നത്. ഇന്നലെ അഭിഷേകത്തിൽ ഇറങ്ങിയതുപോലെയല്ല ഇന്ന് അഭിഷേകത്തിൽ ഇറങ്ങുന്നത്. കണ്ട സ്തോത്രം. എന്താ കാരണം? ഇന്നലെ നീ 10 മണിക്കൂർ പ്രാർത്ഥിച്ചെങ്കിൽ ഇന്ന് നീ 1/2 മണിക്കൂർ പ്രാർത്ഥിക്കില്ല. അത് തെളിവ് വേണമെങ്കിൽ നിങ്ങൾക്ക് നന്നായിട്ട് തരാം. എലീഷ പ്രവാചകൻ എന്ന് പറഞ്ഞ വ്യക്തി അരാം സൈന്യത്തിൻ്റെ വരവിനെ കുറിച്ച് ഇസ്രായേലിനെ അറിയിച്ചപ്പോൾ അവിടുത്തെ രാജാവിന് പോലും കിട്ടാത്ത ഒരു മർമ്മം രാജാവിൻ്റെ കൂടെ നിൽക്കുന്ന ഭൃത്യൻ പറഞ്ഞു കൊടുക്കണം. നിന്റെ അരമനയ്ക്കകത്ത് നീ കട്ടിലിരുന്ന് സംസാരിക്കുക ചെയ്യുന്ന വിഷയം അവിടെ ഇസ്രായേലിൻ്റെ പ്രവാചകനായ എലീഷയ്ക്ക് മനസ്സിലായി. ഇതെങ്ങനെ അങ്ങനെയൊക്കെ മനസ്സിലായി? നിങ്ങൾ പറ, എങ്ങനെ മനസ്സിലായി? എലീഷ ഓപ്പൺ സ്റ്റേജിൽ വന്ന് പ്രാർത്ഥിച്ചതായിട്ടില്ല. സ്തോത്രം. അന്നേരമാ ഈ രാജാവ് പറയുന്നത്, ഇവൻ എവിടെ ഇരിക്കുന്നു, നീ ഒന്ന് തിരക്കിട്ട് വാ. അപ്പോൾ നിന്റെ പ്രാർത്ഥനയും നിന്റെ ആഴങ്ങളെയും സാത്താൻ ശ്രദ്ധ വയ്ക്കുന്നുണ്ട്. ഹല്ലേലൂയ. നീ യേശുവിൻ്റെ കൂടെ എത്ര മണിക്കൂർ നടക്കുന്നുവെന്നും ദൈവവചനത്തിൽ എത്ര മണിക്കൂർ ഇരിക്കുന്നുവെന്നും അന്യഭാഷയിൽ എത്ര മണിക്കൂർ ഇരിക്കുന്നുവെന്നൊക്കെ
സാത്താന് നന്നായിട്ട് അറിയാം. ഹല്ലേലൂയ, സ്തോത്രം. 2, നിന്റെ വീക്ക്നെസ് എന്താണെന്നറിയാം. നിന്റെ വീക്ക്നെസ്, നിന്നെ ഏതിൽ തൊട്ടാൽ നീ വീഴും. നിഗളത്തിൽ തൊട്ടാലോ, പണത്തിൻ്റെ വിഷയത്തിൽ തൊട്ടാലോ, സ്ത്രീ വിഷയം, ഇങ്ങനെയൊക്കെ ഒത്തിരി കാര്യങ്ങളുണ്ട്. അല്ല, നമ്മൾ ചുമ്മാ ചെന്നിരുന്ന് കൈയടിച്ച് പ്രാർത്ഥിച്ചിട്ട് ഒന്നും നേടാനില്ല നമുക്ക്. ചിലവർ ജഡത്തിലാണ് സ്നേഹിക്കുന്നത് യേശുവിനെ. യഥാർത്ഥത്തിൽ ജഡത്തിലല്ല സ്നേഹിക്കേണ്ടേ, ഹൃദയത്തിലാണ് സ്നേഹിക്കേണ്ടേ. കർത്താവ് അതുകൊണ്ടാണ് പറഞ്ഞത്, ദൂതനോട് നീ വിഘടിച്ച് സംസാരിക്കരുത്. പഴയ നിയമത്തിലും പറയുന്നുണ്ട്, പുതിയ നിയമത്തിലും പറയുന്നുണ്ട്. അവൻ എന്നിൽ നിന്നെടുത്ത് നിങ്ങളോട് അറിയിക്കുമ്പോൾ നിങ്ങളത് കേൾക്കണം. നീ തിരുവചനം വായിക്കുമ്പോൾ വചനത്തിനകത്ത് നിന്ന് കേൾക്കാൻ നിന്റെ മനസ്സ് ഒരുങ്ങിയേ പറ്റൂ. അതുകൊണ്ടാണ് ഞാൻ നേരത്തെ പറഞ്ഞത്, നമ്മൾ വീടുകളിൽ ഇരിക്കുമ്പോൾ പഴയ കാര്യങ്ങൾ, പഴയ സംഭവങ്ങൾ, പഴയ വിഷയങ്ങളാണ് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ദൈവവചനം ഷെയർ ചെയ്യുന്നതും ദൈവവചനത്തിൽ കൂടി ആത്മാവിൽ കൂടി സംസാരിക്കുന്ന എത്ര കുടുംബം ഇതിനകത്തുണ്ടാകും? ഉണ്ടെങ്കിൽ നീ രക്ഷപ്പെടും. ഉറപ്പായിട്ടും പറയാം, അങ്ങനെയുള്ള കുടുംബത്തെ സാത്താന് തൊടാൻ പേടിയുണ്ടാവും. പക്ഷെ അവൻ തൊടൂലെന്നല്ല, അവൻ വട്ടം കറങ്ങി വരൂലെന്നുമല്ല. പക്ഷേ ആത്മാവിൽ നീ തീ കത്തിച്ചാൽ, അതല്ലേ പൗലോസിൻ്റെ കയ്യിൽ അണണ്ടി കടിച്ചപ്പോഴേ പൗലോസ് കുടഞ്ഞു തീക്കകത്തിട്ടു, കുടഞ്ഞ് വെള്ളത്തിലിട്ടെന്ന് പറയുന്നില്ല. ഹല്ലേലൂയ, കുടഞ്ഞ് തീക്കകത്തിട്ട്. അപ്പോൾ നമ്മൾ ആലോചിക്കേണ്ട കാര്യങ്ങളുണ്ട്. എന്തുകൊണ്ടാണ് കർത്താവേ ഞാൻ, സ്തോത്രം, പരിശുദ്ധാത്മാവിനാൽ നിറയാൻ പറ്റാത്തത്? എനിക്കെന്തുകൊണ്ടാണ് അന്യഭാഷയിൽ മണിക്കൂറോളം ഇരിക്കാൻ പറ്റാത്തത്? ഇപ്പം തന്നെ നമ്മളൊരു ചേച്ചി ഇന്നൊരു പ്രാർത്ഥനയുണ്ടേ, വരാടി എന്ന് പറഞ്ഞാൽ അവർ കൂടെ പോകുകയാണ്. എന്നോട് ഇന്ന് എന്താണ് സംസാരിക്കണമെന്നല്ല, പാസ്റ്റർ എന്ന് പറഞ്ഞ ദൂതുണ്ടല്ലോ, അയ്യോ അതെന്ത് വലുത്. ഹലോ, ദൂത് വലുത് തന്നെയാണ്. അത് പ്രാപിച്ച് നീ എടുത്താലേ അത് നിനക്ക് ഗുണമാവത്തുള്ളൂ. എത്രയോ വാഗ്ദത്തങ്ങൾ കിടക്കുന്നു, എത്രയോ വാഗ്ദത്തങ്ങൾ ദൈവം നിങ്ങൾക്ക് നൽകിയിരിക്കുന്ന ഓരോ പാസ്റ്റർ മുഖേന. എത്ര നിങ്ങൾ പ്രാപിച്ചെടുത്തത്? എന്തുകൊണ്ടാണ് പ്രാപിച്ചെടുക്കാൻ പറ്റാത്തേ? നിങ്ങൾ എന്നെ ചിന്തിക്കേ, ആരാ അതിന് കാരണക്കാര്? നിന്റെ ഹൃദയത്തിൽ ഇപ്പം എന്താ ഇരിക്കുന്നേ? സ്തോത്രം. പുറപ്പെടുന്നത് താരോട്ട് പെട്ടെന്ന് വായിച്ചേ. എന്നാൽ നീ അവന്റെ വാക്ക് ശ്രദ്ധയോടെ കേട്ട് ഞാൻ കൽപ്പിക്കുന്നതൊക്കെയും ചെയ്താൽ നിന്നെ പകയ്ക്കുന്നവരെ ഞാൻ പകയ്ക്കും, നിന്നെ ഞെരുക്കുന്നവരെ ഞാൻ ഞെരുക്കും. എന്റെ ദൂതൻ നിനക്ക് മുമ്പായി നടന്ന് നിന്നെ അമോര്യർ, ഹിത്യർ, പെരീസ്യർ, കനാന്യർ, ഹിവ്യർ, എബ്യൂസ്യർ എന്നിവരുടെ ദേശത്തേക്ക് കൊണ്ടുപോകും. അവരെ ഞാൻ നിർമൂലമാക്കും. അവരുടെ ദേവന്മാരെ നമസ്കരിക്കരുത്, അവയെ സേവിക്കരുത്, അവരുടെ പ്രവൃത്തികൾ പോലെ പ്രവർത്തിക്കരുത്. അവരെ അശേഷം നശിപ്പിച്ച് അവരുടെ വിഗ്രഹങ്ങളെ തകർത്തു കളയണം. നിങ്ങളുടെ ദൈവമായ യഹോവയെ തന്നെ സേവിപ്പിൻ. എന്നാൽ അവൻ നിന്റെ അപ്പത്തെയും വെള്ളത്തെയും അനുഗ്രഹിക്കും. ഒരു ആമേൻ പറയാൻ പറ്റും നിങ്ങൾക്ക്? ഇതിൽ കൂടി കേൾക്കുന്ന നിങ്ങൾക്ക് ഒരു ആമേൻ പറയാൻ പറ്റും? സ്തോത്രം. ഈ 2025 നിങ്ങൾ ഉദ്ദേശിക്കുന്ന വർഷങ്ങളല്ല. മനസ്സിലാക്കുക, എപ്പോഴാ നമ്മുടെ മക്കൾ തിരിയുന്നെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. ഏറ്റവും കൂടുതൽ യുവാക്കളെയും യുവതികളെയാണ് നോട്ടം വെച്ചിരിക്കുന്നത്. 18-നും 20-നും സ്തോത്രം 23, 24 വയസ്സ് പ്രായമുള്ള മക്കളുടെ സാത്താൻ ഭയങ്കരമായിട്ട് ഇറങ്ങുന്നേ. മക്കളുടെ കയ്യിൽ ഫോൺ സൂക്ഷിച്ച് ഉപയോഗിക്കാൻ കൊടുക്കുക, കമ്പ്യൂട്ടർ സൂക്ഷിച്ച് ഉപയോഗിക്കാൻ കൊടുക്കുക. അവരുടെ റൂമിനകത്ത് കയറി ദൈവനാമത്തിൽ പ്രാർത്ഥിക്കുക. അവരുടെ പിന്നാലെ നടക്കണ്ട, അവരെ കുറ്റപ്പെടുത്താൻ നടത്തരുത്. കുറ്റപ്പെടുത്തിയെന്ന് വെച്ചോ പിന്നെ നോക്കണ്ട. അവരുടെ റൂമിൽ കയറ്, അവിടെ ഇരുന്ന് പ്രാർത്ഥിക്കുക, കണ്ണുനീര് ഒഴുക്കി, കർത്താവേ എൻ്റെ മകനും മകളും ഈ റൂമിലാണ് കിടക്കുന്നേ, ഞങ്ങൾ അപ്പുറത്തെ റൂമിലാണ് കിടക്കുന്നത്, അപ്പ എന്താണ് ഇവിടെ നടക്കുന്നത് ഞങ്ങൾക്ക് അറിയത്തില്ല. യേശുവേ നീ എൻ്റെ മകനെയും കാത്തുകൊള്ളണം, നീയാ എനിക്ക് ആ കുഞ്ഞിനെ തന്നേ എന്ന് അമ്മമാർ ആ റൂമിൽ കയറി പ്രാർത്ഥിക്കണം. മക്കൾ പുറത്തു പോയിട്ട് വരുമ്പോൾ അവരെ തലയ്ക്ക് കൈവച്ച് പ്രാർത്ഥിക്കണം. പാസ്റ്റർമാരെ കൊണ്ടുവന്ന് പ്രാർത്ഥിപ്പിക്കരുത്. ദൈവം നിനക്ക് തന്നിട്ടുണ്ട് അധികാരം. പാസ്റ്റർമാരെ കുറ്റപ്പെടുത്തിയതല്ല, നീ നൊന്ത് പ്രസവിച്ചതാണ്. 28 അല്ലെങ്കിൽ 20, 17 വയസ്സ് പ്രായമുള്ള കുഞ്ഞുങ്ങൾ ആപത്തിൽ ചെന്ന് ചാടുമ്പോൾ ഏറ്റവും കൂടുതൽ വേദനിക്കുന്ന ആരാ? കുഞ്ഞുനാളിൽ വളർത്തി വലുതാക്കി ഒരു ലക്ഷ്യബോധത്തോടെ എൻ്റെ മകൻ ഇന്ന ജോലിയിൽ പ്രവേശിക്കണം, ഇന്ന ഓഫീസർ ആവണമെന്ന് നിൽക്കുന്ന നിങ്ങളല്ലേ? പ്രാർത്ഥിക്കുക, നിസ്സാരമായിട്ട് കരുതരുത്. തിരുവനന്തപുരം പട്ടണത്തിന് വേണ്ടി വളരെ ശക്തമായി പ്രാർത്ഥിക്കുക. സാത്താൻ സേവ ഉണ്ടെന്നാണ്
മാധ്യമങ്ങൾ വളരെ വ്യക്തമായി പറയുന്നത്. ഇത് കേട്ടിട്ട് പ്രാർത്ഥിക്കുന്ന നീ അടങ്ങിയിരിക്കരുത്. ഞങ്ങളുടെ കുടുംബത്തിനോ സഭയ്ക്കോ ഒരു കുഴപ്പമില്ല രാജീവ് ബ്രദറെ. നോ. ആഹാ, യേശുവിൻ്റെ രക്തം നിനക്കും എനിക്കും വേണ്ടി ചൊരിഞ്ഞത് നീ മറക്കരുത്. അനേകം മക്കൾ നമ്മുടെ കണ്ണുമുമ്പിൽ കഞ്ചാവിനും മയക്കുമരുന്നിനും അടിമയായി മദ്യത്തിന് പോയിക്കൊണ്ടിരിക്കുമ്പോൾ നമ്മൾ സന്തോഷിക്കരുതേ. കാവൽക്കാര, ഉണർന്നിരിക്കേ, പ്രാർത്ഥിക്കേ. സീരിയസ് ആയിട്ട് പറയുന്നേ. സഭയിലുള്ള പാസ്റ്റ് ഞായറാഴ്ച തോറും ആമൻ 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 തിരുവനന്തപുരം പട്ടണത്തിനകത്ത് കരയെ, അതിനോർത്ത് കരയെ, ചെറുപ്പക്കാരന്മാരെ ഓർത്ത് കരയെ. എന്തിനെന്നറിയാവോ? ദൈവം സന്ദർശിച്ചേ പറ്റൂ. എന്നെ കൊണ്ടോ നിങ്ങളെ കൊണ്ടോ ഒരു വ്യക്തിയെ നന്നാക്കാൻ പറ്റത്തില്ല. പക്ഷെ എൻ്റെ കർത്താവ് തൊട്ടാൽ 6000 ഭൂതം ബാധിച്ചവനെ തൊട്ടു. കണ്ട, അവനൊരു തെക്കേപ്പുലി നാട്ടിലെ സുവിശേഷകനായി മാറി. വിശ്വസിക്കേ, പ്രാർത്ഥിക്കേ. ദൈവം അതിന് അധികാരം നിങ്ങൾക്ക് തന്നിട്ടുണ്ട്. എല്ലാവരെയും ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ. സ്തോത്രം. ആമേൻ.